അതെ, ഒന്ന് വിരുന്ന് പോയാലോ? ഞങ്ങളിതാ വിരുന്ന് പോവാണ്. അതാണ് യമ്മിമോള് പറഞ്ഞത്. വരി, നമുക്ക് ഒരുമിച്ച് പോവാം. കാക്കിയും കുട്ടികളും ഞങ്ങളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ താത്താൻ്റെ വീട്ടിൽ വിരുന്ന് പോവാണ്. പോകുമ്പോൾ KFC വാങ്ങിച്ചിട്ടാണ് പോണത്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതുള്ളൂ കേട്ടോ. അപ്പോഴേക്കും സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. യമ്മിമോൾ രാവിലെ മുതലേ മൂത്താപ്പാനും കാത്തിരിക്കുകയായിരുന്നു. കാക്ക ബിസി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. മോളോട്ടിയും കൂട്ടരും ജിദ്ദിക്ക് വടംവലിക്ക് പോയിട്ടുണ്ട്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് കാക്ക പോയി. ധാനിമോൾ ഇതാ സ്റ്റെപ്പുകൾ ഓടിച്ചാടി കയറുന്നുണ്ട് കേട്ടോ. KFC അല്ലേ കയ്യിലിരിക്കണത്, ചൂടാറിന് മുമ്പ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ദിലും വന്ന് ഷെയ്മോൾ ഇതാ ഞങ്ങൾക്കൊക്കെ സെർവ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഫുഡും കഴിച്ച് വായം പൊളിച്ചിരിക്കുമ്പോഴാണ് താത്തൊരു ഐഡിയ പറഞ്ഞത്, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഷെയ്മോൾ ഊബർ ബുക്ക് ചെയ്തു. നേരെ പോയത് മലാസ് ലുലുവിലാണ്. മാക്സ് തന്നെ ഫസ്റ്റ് കയറിയത്. മക്കളതാ ചെരുപ്പിന്റെ സെക്ഷനൊക്കെ അരിച്ചു പൊറുക്കണുണ്ടോ. ഭയങ്കര ഷോപ്പിംഗ് ആണ്. ഞാനും താത്തിയേറെ സംസാരിച്ച് നിൽക്കിയിരുന്നെങ്കിലും മക്കൾ 4 കൂടി ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കിനി നേരെ മക്കളിലൊന്ന് പോയാലോ എന്നൊരു ആലോചന വന്നത്. ഒന്നും നോക്കിയില്ല, കുട്ടികളെ കയ്യും പിടിച്ചതാ മെക്ഡൊണാൾഡ്സിലേക്ക് ഒറ്റ നടത്തട്ടോ. കാരണം ലുലുവിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് മെക്കുള്ളത്. ഒന്നും നോക്കിയില്ല, നമ്മളതാ നടന്ന് പോവുകയാണ്. ഷെയ്മോൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യണേയും ബില്ല് ചെയ്യണേയും കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട. അതെല്ലാം അത് ഓൾ തന്നെ ചെയ്തോളും. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾ 5 ആൾ ഒരു ഐസ്ക്രീം പറഞ്ഞു, ഒരു കോഫി എടുത്തു, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും മക്കൾ അതിനേക്കാൾ കൂടുതൽ ചെയ്തത് അവിടുത്തെ പാർക്കിലുള്ള കളികളായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും ലുലുവിൽ പോയി നേരെ ഒരു ട്രോൾ എടുത്തു. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങി ബില്ലടിച്ച് പോരുമ്പോഴാണ് ഇതിവിടെ കണ്ടത്. സൗദിയിൽ ഇപ്പോൾ ഗൂഗിൾ പേ അവൈലബിൾ ആയി. ഇവിടെയൊക്കെ ഗൂഗിൾ പേ എടുക്കുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ധാനിമോളെ പുതിയ കണ്ടുപിടിച്ചത്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനായി. കാക്ക താഴത്ത് വന്നിട്ടുണ്ട്. കാക്കക്കുള്ള കുറച്ച് ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ട് വേണം പോവാൻ. അതിനുള്ള തെരച്ചിലാണ് ഷെയ്മോള്. വീട്ടിലെത്തിയപ്പോൾ തന്നെ വടംവലി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുള്ളിരുന്ന് കണ്ടു. ഏകദേശം 3 മണി വരെ മത്സരം ഉണ്ടായിരുന്നു. ഞങ്ങളത് ഫുള്ളിരുന്ന് കണ്ടു. നമ്മളെ കനിവേറിയ അതിന്റെ 2 ടീമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, A ടീമും B ടീമും. വേറെ ലെവല് മത്സരമായിരുന്നു. A ടീമിന് സെക്കൻഡും B ടീമിന് 3rd പ്രൈസും കിട്ടിയിട്ടുണ്ട്.